ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ഫിംഗറാണ്. ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് കഴിക്കാം. ഇത് വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. മീനൊക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടിയിട്ട് ആ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയതായിട്ട് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നെമ്മീനാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴാണിത് ഫിഷ് ഫിംഗേഴ്സ് ആവുക. ഇനി നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ടീസ്പൂണ് നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറഞ്ഞത് ഒരു 15 മിനിറ്റെങ്കിലും വെക്കുക. 1 മണിക്കൂർ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമുക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം മുട്ട നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതിലോട്ട് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ കട്ടകളൊന്നും ഉണ്ടാവില്ല. മിക്സിയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ആ കോൺഫ്ലവർ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നമ്മളിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിൽ ഈ ഫിഷ് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടെടുത്തിട്ട് നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ക്രംസ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. ബ്രെഡ് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ ഫിഷും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം പാൻ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എണ്ണയിലോട്ട് ഫിഷ് വെച്ചെടുക്കാം. നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. അപ്പം നമ്മുടെ ഫിഷെല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ ഫിഷും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിഷ് ഫിംഗേഴ്സ് ഉണ്ടാക്കാൻ. വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ അടുത്ത് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇത് നമുക്ക് മയോണൈസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റും. എൻ്റെ മോന് ഇഷ്ടം ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം. നല്ല ടേസ്റ്റാട്ടോ അത് രണ്ടും മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറെ റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.